ഇന്ത്യൻ സ്മാർട്ട് ഫോൺ വിപണിയിൽ എന്നല്ല, ലോകത്ത് എവിടെയാണെങ്കിലും ആപ്പിൾ എന്ന അതികായരോട് നേരിട്ട് ഏറ്റുമുട്ടി നിൽക്കുന്ന ഒരു കമ്പനിയാണ് സാംസങ്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമാണ് ഇരു കമ്പനികളും തമ്മിലുള്ള മത്സരത്തിൻ്റെ വ്യാപ്തി. അതുകൊണ്ടാവണം ആപ്പിൾ തങ്ങളുടെ അടുത്ത ഫ്ലാഗ്ഷിപ്പ് അത്ഭുതമായ ഐഫോൺ 16 സീരീസ് ഏറ്റവും മികച്ചതാക്കാൻ ശ്രമിക്കുമ്പോൾ സാംസങ് ഒരു മുഴ മുന്നേ എറിയാൻ ശ്രമിക്കുന്നത്. പറഞ്ഞു വരുന്നത് സാംസങ്ങിൻ്റെ ഫ്ലാഗ്ഷിപ്പ് സംഭവമായ എസ് സീരീസിലെ അടുത്ത അതിഥിയെക്കുറിച്ചാണ്. ഈ വർഷം ആദ്യമാണ് സാംസങ് S24 സീരീസ് വിപണിയിലെത്തിച്ചത്. ഇപ്പോഴിതാ 2 മാസം പിന്നിടുമ്പോഴേക്കും അടുത്ത ഫോണിനെ കുറിച്ചുള്ള ചർച്ചകൾക്കും അഭ്യൂഹങ്ങൾക്കും തുടക്കമായിരിക്കുകയാണ്. സാംസങ് ഗാലക്സി S25 അണിയറയിൽ ഒരുങ്ങുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. കൂടാതെ ഈ ഫോൺ ഫീച്ചറുകൾ കൊണ്ട് ആരെയും അമ്പരിപ്പിക്കുമെന്നും സൂചനയുണ്ട്. വരാനിരിക്കുന്ന ഗാലക്സി S25 സീരീസ് മുതൽ സാംസങ് അതിൻ്റെ ഫ്ലാഗ്ഷിപ്പ് നിരയിൽ ഒരു സുപ്രധാന മാറ്റം പരിഗണിക്കുന്നതായി സൂചനയുണ്ട്. നൂതന ഫീച്ചറുകൾക്കും അത്യാധുനിക സാങ്കേതിക വിദ്യയ്ക്കും പേരുകേട്ട ദക്ഷിണ കൊറിയയിൽ നിന്നുള്ള ടെക്ഫീമൻ കോൾകോം സ്നാപ്ഡ്രാഗൺ പ്രോസസ്സറുകളുടെ ഉപയോഗം പൂർണ്ണമായും ഉപേക്ഷിച്ചേക്കുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഗാലക്സി S25 സീരീസ് എക്സിനോസ് ചിപ്സെറ്റിൻ്റെ മാത്രം സഹായത്തോടെ പ്രവർത്തിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് സൂചന നൽകിയ ഈ റിപ്പോർട്ട് എത്രത്തോളം വിശ്വാസയോഗ്യമാണെന്ന് പറയാൻ കഴിയില്ലെങ്കിലും ഇത് സ്മാർട്ട് ഫോൺ പ്രേമികൾക്ക് ഇടയിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾക്കാണ് വഴിയിറക്കുന്നത്. വരുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ ഈ നീക്കം സാംസങ് അടുത്തിടെ പുറത്തിറക്കിയ ഗാലക്സി S24 സീരീസിൽ നിന്നുള്ള കൃത്യമായ വ്യതിചലനത്തെ അടയാളപ്പെടുത്തും. ഈ ഫോണിൽ കോൾകം സ്നാപ്ഡ്രാഗൺ 8 Gen 3 പ്രോസസ്സറിൻ്റെയും എക്സിനോസ് 2400 ചിപ്സെറ്റിൻ്റെയും ഒരുമിച്ചുള്ള ഉപയോഗമാണ് ഉണ്ടായിരുന്നത്. ഇതിന് പകരമായി അടുത്ത മോഡലിൽ സാംസങ് തങ്ങളുടെ സ്വന്തം എക്സിനോസിനെ ജോലി ഏൽപ്പിക്കുന്നതാണ് സൂചന. മികച്ച വിൽപ്പനയാണ് ഇന്ത്യയിൽ S24 സീരീസിന് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വരുന്ന വർഷം ആദ്യവാരം തന്നെ S25 സീരീസ് ഉണ്ടാകുമെന്നാണ് സൂചന.